ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികളും വലിയവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 4 മണി ചായക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി പലഹാരമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു വെജിറ്റബിൾ സമോസയാണ് കേട്ടോ. വെജിറ്റബിൾ സമോസയാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. ഇത് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ട് കൊടുത്തയക്കാനും സ്കൂളിൽ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുത്തയക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റി സമോസയാണ്. എല്ലാവർക്കും ഈ സമോസ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഈ സമോസ ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് കേട്ടോ എടുത്തത്. മൈദ നല്ലപോലെ അരിച്ച് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് മൈദ എടുത്ത് നല്ലപോലെ അരിച്ച് അതിലേക്ക് 1 ടീസ്പൂണ് അജ്വായിൻ എന്ന് പറഞ്ഞാൽ അയമോദകം, 1 ടീസ്പൂണ് അയമോദകം നല്ലപോലെ കയ്യിലിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. ഈ അയമോദകം ഈ സമോസയിൽ ചേർക്കുമ്പോൾ നല്ല സ്വാദാണ്. ഇതിന് പ്രത്യേകിച്ച് ചൊയ അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഈ അയമോദകം ചേർക്കുമ്പോൾ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൂട്ടാം. ഉപ്പും കൂടിയും ചേർത്ത് എല്ലാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മൈദമാവും അയമോദകവും ഉപ്പും എല്ലാം നല്ലപോലെ യോജിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വീണ്ടും നല്ലപോലെ ഈ മൈദയിൽ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. നല്ലപോലെ തിരുമ്മി പിടിച്ചിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുട്ടി കിട്ടണം കേട്ടോ. അതാണ് കണക്ക്. ഇത് മോയൻ എന്ന് പറയും. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, അതുമാതിരി ഇതുമാതിരി കിട്ടണം കേട്ടോ. ഇങ്ങനെ ഉരുട്ടുമ്പോൾ കിട്ടണം. അതുവരെ നമ്മൾ ഈ ഓയിലൊഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ. കട്ടയൊക്കെ നമുക്കിതുപോലെ ഉടച്ചെടുക്കാം. ആ കട്ടയൊക്കെ ഉടച്ചെടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളമൊഴിച്ച് സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ മാതിരി കുഴച്ചെടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് കുഴച്ച് വയ്ക്കാം കേട്ടോ. ഒന്നിച്ച് വെള്ളമൊഴിക്കരുത്, കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തു കേട്ടോ. അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ആ ഓയിലൊന്ന് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഓയിൽ പുരട്ടി ഇങ്ങനെ വയ്ക്കുന്നത്. ഓയിൽ പറ്റി ഞാനിത് കുറച്ച് നേരം അടച്ച് വെച്ചു കേട്ടോ. നമുക്കത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഫിങ് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 പൊട്ടറ്റോ ഞാൻ നല്ലപോലെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാഷർ കൊണ്ടൊന്ന് മാഷ് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്യണം. പൊട്ടറ്റോയൊക്കെ ഞാൻ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ മാഷ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു കറി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1-1.5 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ജീരകമാണ് കേട്ടോ. സാധാരണ നമ്മൾ അവിയലിലേക്കൊക്കെ വയ്ക്കുന്ന ജീരകമാണ് ആദ്യം ചേർത്തത്. അതിന് ശേഷം 1 ടീസ്പൂണ് 1-1.5 ടീസ്പൂണ് മല്ലി, സാധാരണ സാമ്പാറിലെടുക്കുന്ന മല്ലി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ഇടുകലയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ആ മല്ലി ചതച്ചത് ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സമോസയ്ക്ക്. അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 2-3-4 പച്ചമുളക് ഞാനെടുത്തത് ഇപ്പോൾ കാന്താരി മുളകാണ്. സാധാരണ പച്ചമുളകായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കാന്താരി മുളക് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. കാന്താരി മുളകും കൂടി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പൊടികളുടെ പച്ചമണം മാറാൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർക്കണം. എന്നാലാണ് ഈ സമോസയ്ക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഗ്രീൻ പീസും കൂടി ചേർത്ത് വീണ്ടും അതിൽ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വലിയ വേവൊന്നുമില്ല ഇതിന്. നല്ല 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിങ്ങനെ വെന്ത് കിട്ടിക്കോളും. 2 മിനിറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുത്തു. ആ പൊട്ടറ്റോയും കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
മസാലയും ഗ്രീൻ പീസും പൊട്ടറ്റോയും 2 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ ചിക്കൻ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വേവിച്ചും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെജിറ്റബിൾസ് സമോസയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് ചാട്ട് മസാലയുണ്ട്. 1 ടീസ്പൂണ് മാങ്ങ ഉണക്കി പൊടിച്ച പൊടി. ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണക്ക മാങ്ങയുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പുളിയും കിട്ടും. 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കേട്ടോ. ഗരം മസാലയും ചാട്ട് മസാലയും മാങ്ങ ഉണക്കി പൊടിച്ച പൊടിയും എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമോസയ്ക്ക് ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതേവരെ ഉപ്പിട്ടുണ്ടായില്ല. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ഇനി അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കണം കേട്ടോ. മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് അന്ന് സമോസയ്ക്ക് ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ മല്ലിയിലയും കൂടിയും ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയിലയും കൂടി ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ അതിന് വെക്കാനുള്ള സമോസയ്ക്ക് വെക്കാനുള്ള സ്റ്റഫിങ് തയ്യാറായി കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ. നമുക്ക് മസാല ദോശയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മസാല ദോശയിലും വെക്കാം. അപ്പോൾ സമോസയ്ക്കുള്ള ഫില്ലിങ് തയ്യാറായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവുണ്ടല്ലോ, മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് വീണ്ടും നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴക്കണം കേട്ടോ. നന്നായി സോഫ്റ്റായിട്ട് കുഴക്കണം. എന്നാലാണ് അത് ശരിയായിട്ട് കിട്ടുള്ളൂ. ക്രാച്ചൊന്നും വീഴാണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓരോരോ ഉരുളകളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഓരോ ഉരുളയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്കിങ്ങനെ പിച്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോന്നെടുത്ത് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. കഴിയുന്നതും ക്രാച്ച് വരാണ്ട് നമുക്ക് നോക്കണം. നല്ലപോലെ കയ്യിൽ വെച്ച് നല്ലപോലെ ഉരുട്ടിയെടുക്കണം. നല്ലപോലെ ഞാനിങ്ങനെ കുറച്ച് ഉരുട്ടിയെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണ മാതിരി ചക്ലയിൽ ഇത്തിരി മൈദമാവ് തന്നെയാണ്. മൈദമാവിൻ്റെ പൊടി തൂളിയിട്ട് നമുക്കൊരു ഉരുളയെടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും പരത്തി നമുക്ക് ഉണ്ടാക്കാം സമോസ. ഞാനിതിപ്പോൾ ഓവൽ ഷേപ്പിലാണ് കേട്ടോ പരത്തുന്നത്. കുറച്ച് മൈദമാവ് പൊടി തൂളിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഈ ഷേപ്പിലാണ് കേട്ടോ പരത്തുന്നത്. ഒരു ഓവൽ ഷേപ്പിൽ നമ്മളിങ്ങനെ പരത്തിയെടുത്തു. അതിനുശേഷം നമുക്ക് നടുക്കൂടെ അതൊന്ന് മധ്യത്തിൽ നടുവിൽ വെച്ചിട്ട് നമുക്കതിനൊന്ന് കട്ട് ചെയ്യാം. ഒപ്പം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഒരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പുരട്ടി കൊടുക്കാം. അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു കുമ്പിൾ കുത്തി അതിൻ്റെ അടിഭാഗം നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് സീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മസാല വെക്കുമ്പോൾ അത് എണ്ണയിൽ പോവും. അതുകൊണ്ട് നല്ലപോലെ അടിഭാഗം നല്ലപോലെ സീൽ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് വെച്ച് കൊടുക്കാം. മുഴുവനും നിറച്ച് വെക്കരുത് കേട്ടോ. കുറച്ച് സ്ഥലം ബാക്കി വെക്കണം. നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിതാ സമോസയുടെ ഷേപ്പിൽ നമുക്കിങ്ങനെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കത് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം. ഇതുമാതിരി നമുക്ക് സമോസയുടെ ഷേപ്പിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സമോസയുടെ ഷേപ്പ് കിട്ടിയില്ലേ? എല്ലാം ഞാനിങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്നു കേട്ടോ. ആ മാവൊക്കെ ഞാനിങ്ങനെ സമോസയുടെ ഷേപ്പിൽ എല്ലാം ഫില്ല് ചെയ്ത്
ഇങ്ങനെ ഷേപ്പാക്കി ഇങ്ങനെ പരത്തിയെടുത്തു കേട്ടോ. അതിനുശേഷം സാധാരണ നമ്മൾ ഓയിലാണ് ഒഴിച്ചത്, സൺഫ്ലവർ ഓയിൽ. ഓയിൽ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഇതാ കുറേശ്ശെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. അപ്പം നല്ലൊരു ടേസ്റ്റി സമോസയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സമോസയ്ക്ക്. അപ്പോൾ 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ 2 സൈഡും ലോ ഫ്ലെയിമിൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്കിങ്ങനെ വേവിച്ച് ഇങ്ങനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കിയ സമോസ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.